നമസ്കാരം കൂട്ടുകാരെ, രാജേഷ് കുമാറാണ്. കൂട്ടുകാരെ, ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നമ്മൾ എങ്ങനെ 10K ഫോളോവേഴ്സിനെ എങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഈ പറയുന്നത് നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് സിമ്പിളായിട്ട് 10K ഫോളോവേഴ്സിനെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. അതായത് ഈ ഫോളോസിനെ കൂട്ടാനുള്ള ഗ്രൂപ്പ്, സീനിയർ സിറ്റിസൺ ഗ്രൂപ്പ്, FB കൂട്ടായ്മ, അങ്ങനത്തെ ഒരുപാട് ഗ്രൂപ്പ് നമുക്ക് ഫേസ്ബുക്കിൽ അവൈലബിൾ ആണ്. ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഗ്രൂപ്പിൽ ഇവർ മെസ്സേജ് വിടും. ഫോളോവേഴ്സിനെ കൂട്ടി എനിക്ക് മെസ്സേജ് ഇട്ടാൽ ഹായ് ഇട്ടാൽ എനിക്ക് ഫോളോവേഴ്സിനെ കൂട്ടാമെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വരുന്നുണ്ട്. അപ്പോൾ ആ മെസ്സേജിൽ നിങ്ങൾ എസ് എന്ന് കൊടുക്കുക. എന്നിട്ട് അതിലൊരു എങ്ങനെ പോയാലും ഒരു 500 കമൻറ്റ് അതിലുണ്ടാവും. ഈ കമൻ്റ് ഉള്ളവർക്കൊക്കെ ഫോളോവരെ ഇതുണ്ടാവും. അതിൽ ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, റിപ്ലൈ കൊടുക്കുക, എന്നെ തിരിച്ച് ഫോളോ ചെയ്യണേ. ഇല്ലെങ്കിൽ ആ 500 പേരെയും നിങ്ങൾ ഫോളോ ചെയ്ത് ലൈക്ക് കൊടുത്തിട്ട് അടിയിൽ ലാസ്റ്റ് മെസ്സേജ് ഇടുക. കൂട്ടുകാരെ, നിങ്ങൾ 500 പേരെയും ഈ മെസ്സേജ് ഇട്ട് 500 പേരെ ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ട്, അത് തിരിച്ചും എന്നെ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എന്ന് പറഞ്ഞിട്ട് ഒരു കൂപ്പ് കൈയും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് ഫോളോവേഴ്സിൻ്റെ എണ്ണം കൂട്ടാം. ഞാനിപ്പം നിങ്ങൾ സമയം കണ്ടെത്തണം. 1 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 2 മണിക്കൂർ ഈ ഫേസ്ബുക്കിന് വേണ്ടി ഫോളോവേഴ്സിന് കൂട്ടാൻ വേണ്ടി നിങ്ങൾ മെനക്കെടുക. എന്നുവെച്ചാൽ നമുക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. നമുക്ക് സ്മാർട്ട് ഫോണുണ്ട്, ഓൺലൈനുണ്ട്, നെറ്റുണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഫോളോവേഴ്സിൻ്റെ എണ്ണം നമുക്ക് കൂട്ടാൻ സാധിക്കും. എനിക്ക് തോന്നുന്നു ഇന്നലെ 1000, 2000, 1000 ഫോളോവേഴ്സൊക്കെ ആയി. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ എന്തും ചെയ്താലും നമ്മളത് മനസ്സിലിരുത്തിയ ടാർഗറ്റ് ചെയ്ത് 1 മണിക്കൂർ, 1 മണിക്കൂർ, 1.5 മണിക്കൂർ, 1.5 മണിക്കൂർ ഇതിന് വേണ്ടി മെനക്കെട്ടാൽ ഉറപ്പായിട്ട് ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം കൊണ്ട് നിങ്ങൾക്ക് 10K ഫോളോവേഴ്സ് സിമ്പിളായിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാനെന്നുള്ള വ്യക്തി, എനിക്കും ഫേസ്ബുക്ക് എന്താണെന്ന് പോലും അറിയാത്ത രീതിയിൽ 12 വർഷമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പം എനിക്ക് മോണിറ്റേഷനായി. ഞാൻ അക്കൗണ്ട് നമ്പർ, പേ ഔട്ട് എല്ലാം ഞാൻ സെറ്റ് ചെയ്ത് കൊടുത്തു. ദൈവം സഹായിച്ച് നമുക്ക് അങ്ങനെയാണെങ്കിൽ എമൗണ്ട് നമുക്ക് കിട്ടാറുണ്ട്. നമുക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. നമുക്ക് ഓൾറെഡി സ്മാർട്ട് ഫോണുണ്ട്, നെറ്റ്, എല്ലാ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കണ്ടൻറ്റ് നിങ്ങൾ ചെയ്യുമ്പോൾ, ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ എന്നെ ഫോളോ ചെയ്തിട്ട് ഇപ്പോൾ എൻ്റെ വീഡിയോ ശ്രദ്ധിക്കുകയാണെങ്കിൽ മനസ്സിലാവും. ഞാൻ എൻ്റെ സ്വന്തമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ കൂടുതൽ കണ്ടൻറ്റായിട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്ത് ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്. എൻ്റെ പേഴ്സണൽ ആയിരിക്കും. ഞാൻ ചിലപ്പോൾ ചായ കുടിക്കുന്നതായിരിക്കും, ക്ഷേത്രങ്ങളുടെ വീഡിയോസ് ആയിരിക്കും, ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള എൻ്റെ എക്സ്പീരിയൻസ് ആയിരിക്കും. നല്ല യൂസ്ഫുൾ, നമ്മളെ ഫാമിലിക്ക് വേണ്ട യൂസ്ഫുൾ വീഡിയോസാണ് ഞാൻ ഇതിൽ കൂടെ ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്. അല്ല വേറെ ഒരാളെ കോപ്പി പേസ്റ്റ് അടിച്ചിട്ട് അവരെ ഒരിക്കലും അനുകരിക്കില്ല. ഇപ്പോൾ നിങ്ങളിപ്പം, ഞാനൊരു സാധാരണ ഒരു വ്യക്തിയാണ്, സാധാരണ ഒരു പാവപ്പെട്ട ഫാമിലി ജനിച്ച് വളർന്ന ഒരു വ്യക്തിയാണ്. അപ്പം നമ്മളായിട്ടുള്ള ക്രിയേഷൻസ്, ഇപ്പോൾ വീട്ടിൽ ലേഡീസ് അല്ലെങ്കിൽ സഹോദരിമാർക്ക് പാചകം ചെയ്യുന്നതാവാം, അതിൽ ഈ കോപ്രായങ്ങളൊന്നും കാണിക്കല്. നമ്മൾ ചെടികൾ നടുന്നതായിരിക്കാം, അങ്ങനെയും കാണിക്കുന്നവരുണ്ട്. പക്ഷെ നല്ല രീതിയിൽ കണ്ടൻറ്റ് നമ്മളെ ഫാമിലിക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ 100% നിങ്ങളിവിടെ അവർ ഫോളോ ചെയ്യുകയും ചെയ്യും. ഫുൾ ലൈക്കും കമൻറ്റും കാര്യങ്ങളെല്ലാം ചെയ്യും. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ബന്ധുക്കാരെയോ കൂട്ടുകാരെയൊന്നും വിശ്വസിക്കേണ്ട. നമ്മളെ ഫാമിലി എന്ന് വെച്ചാൽ ഇപ്പോൾ ഫേസ്ബുക്ക് എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ ഒരു ഫാമിലി മെമ്പേഴ്സിനെ പോലെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ തിരിച്ച് എനിക്ക് ആ സപ്പോർട്ട് കാര്യങ്ങളെല്ലാം കിട്ടുന്നുണ്ട്. ദൈവം സഹായിക്കുകയാണെങ്കിൽ ഈ മാസം കുറച്ച് $, കിട്ടാൻ ചാൻസ് ഉണ്ട്. എന്തായാലും നമ്മൾ ജോലി ചെയ്യുന്നു 1 മണിക്കൂർ. ഇതും ഒരു ജോലിയായിട്ട് കാണണമെന്നില്ല, എൻ്റർടൈൻമെൻറ്റായിട്ട് കാണുന്നു. 1 മണിക്കൂർ നിങ്ങൾ ഇതിനു വേണ്ടി മെനക്കെട്ട് കഴിഞ്ഞാൽ 100% നിങ്ങൾക്ക് ഒരു ഏണിങ് ഉണ്ടാക്കാൻ സാധിക്കും. ഇപ്പോൾ ചിലർ ചോദിക്കുന്നുണ്ട്, രാജേഷിന് എന്താ ജോലി, ഫുൾ ടൈം ഓൺലൈനിലാണല്ലോ. എൻ്റെ ജോലിയോ അല്ലെങ്കിൽ അവരെ സർട്ടിഫിക്കറ്റ് എനിക്ക് കിട്ടേണ്ട ആവശ്യമില്ല. അപ്പോൾ എനിക്കെന്ത് എൻ്റെ ജോലിയാണ്, ഞാൻ എന്തൊക്കെ ചെയ്യുന്നതെന്ന് ഞാൻ മാത്രം മനസ്സിലാക്കിയാൽ മതി. മനസ്സിലാകുന്നുണ്ടോ? അതായത് 24 hours എൻ്റെ മൈൻഡും എൻ്റെ ഫോൺ എല്ലാം വർക്കിംഗ് ആണ്. അപ്പോൾ ബാക്കിയുള്ളവരെ ബോധ്യപ്പെടുത്തി അവരുടെ സർട്ടിഫിക്കറ്റ് നമുക്ക് വേണ്ട. നമ്മളെ കണ്ടൻറ്റ് നമ്മൾ സത്യസന്ധമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. മോണിറ്റൈസേഷൻ ആവും, $, നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് മാക്സിമം ഷെയർ ചെയ്യുക, എന്നെ ഫോളോ ചെയ്ത് കൂടുക. ഞാൻ ഫുൾ സപ്പോർട്ട് നിങ്ങൾക്കുണ്ട്. നിങ്ങൾക്ക് സംശയം, വാഹനത്തിൻ്റെ കൂടെ സംശയമായാലും ഈ മോണിറ്റൈസേഷൻ സംശയമായാലും നിങ്ങൾക്ക് എന്തെങ്കിലും മെസ്സേജ് ചെയ്യാം. സ്വന്തം സഹോദരനെ പോലെ ഞാൻ അത് നിങ്ങൾക്ക് മറുപടി തരും. എനിക്ക് വല്ല അറിവൊന്നുമില്ല, എൻ്റെ ലൈഫ്, എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കിയിട്ട് മെസ്സേജ് ചെയ്താൽ മതി. അപ്പം മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഗ്രൂപ്പുകൾ ശരിക്കുണ്ട് ഇപ്പോൾ ഫേസ്ബുക്ക് എന്ന് പറഞ്ഞാൽ. അല്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നെ എന്നെ ഫ്രണ്ട് റിക്വസ്റ്റ് അയക്കില്ല, ഒരുപാട് റിക്വസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അതെനിക്ക് സ്വീകരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അത് നിങ്ങൾ മാക്സിമം എന്നെ ഫോളോ ചെയ്യുക. ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് ഫോളോ ചെയ്യും. ഓക്കെ, താങ്ക് യു.